ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ ഞാൻ ഈ ഓഡിയോ ഇതിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ ഏപ്രിൽ 19 അറ്റൻഡ് ചെയ്ത ഫൈലം പ്ലാറ്റി ഹെൽമിന്തസിനെ കുറിച്ചുള്ള അവർ ഫസ്റ്റ് ഓൺലൈൻ ടെസ്റ്റ് പേപ്പറിനെ കുറിച്ച് ഒരു റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ്. അത് കുറേ കുട്ടികൾ അത് ആൻസേഴ്സ് ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ അപ്ലോഡ് ചെയ്തു. കുറച്ച് പേര് മെയിൽ ചെയ്യായിരുന്നു, കുറച്ച് പേര് വാട്സപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ കറക്ഷൻസ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഒരു ക്വസ്റ്റിന് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ഞാൻ പറയാമെന്ന് കരുതുന്നു. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ നമുക്കറിയാം പാർട്ട് എ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മാർക്ക് മാത്രം നോക്കി ആൻസർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതണം. അതിനൊരു എക്സാമ്പിൾ ഞാൻ ആ ക്വസ്റ്റ്യൻ നമ്പർ 3 വരുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് നെയിം ദ കോസേറ്റീവ് ഓർഗാനിസം ഓഫ് ഹൈഡാറ്റഡ് ഡിസീസ്. ഹൈഡാറ്റഡ് ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ പേര് എക്കൈനോകോക്കസ് ഗ്രാനുലോസിസ്. കംപ്ലീറ്റ് ആയിട്ട് സയൻറ്റിഫിക് നെയിം സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ലാർവൽ സ്റ്റേജസ് ഓഫ് ബ്ലഡ് ഫ്ലൂക്ക്. ലിവർ ഫ്ലൂക്കിൻ്റെ അല്ല ചോദിച്ചിരിക്കുന്നത്. ലിവർ ഫ്ലൂക്കിന് ലാർവൽ സ്റ്റേജ് 5 എണ്ണമുണ്ട്. പക്ഷേ ബ്ലഡ് ഫ്ലൂക്ക് ഓർ ഷിസ്റ്റോസോമയ്ക്ക് 3 ലാർവൽ സ്റ്റേജേ ഉള്ളൂ. അതായത് ദേ ഹാവ് മിറാസിഡിയം, ദെൻ സ്പോറോസിസ്റ്റ് ആൻഡ് സെർക്കേറിയ. മെറ്റാസെർക്കേറിയ ലാർവ അവർക്കില്ല. അതായത് സെർക്കേറിയ ഡു നോട്ട് എൻസിസ്റ്റ് എന്ന് എടുത്ത് പറയുന്നുമുണ്ട്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് മീസ്ലി പോർക്ക്? അതാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞത്. മീസ്ലി പോർക്ക് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ നിങ്ങൾ എഴുതും പോർക്ക് കണ്ടെയ്നിങ് സിസ്റ്റിസർക്കസ്. പക്ഷേ എന്താണ് സിസ്റ്റിസർക്കസ് എന്നും കൂടി വന്നാൽ മാത്രമേ യുവർ ആൻസർ വിൽ ബി കംപ്ലീറ്റ്. സോ അത് എഴുതേണ്ടത് പോർക്ക് കണ്ടെയ്നിങ് സിസ്റ്റിസർക്കസ് വിച്ച് ഇസ് ദ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് ടീനിയാസോളിയം. പോർക്ക് ടേപ്പ് വോമിൻ്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ആയിട്ടുള്ള സിസ്റ്റിസർക്കസ് ലാർവയുള്ള പോർക്ക് മീറ്റിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഇംപ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുള്ള പോർക്കിന് പറയുന്ന പേരാണ് മീസ്ലി പോർക്ക്. ദെൻ വാട്ട് ഇസ് സ്ട്രോബിലൈസേഷൻ? സ്ട്രോബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ പ്രോസസ് ബൈ വിച്ച് ന്യൂ പ്രൊഗ്ലോട്ടിഡ്സ് ആർ ബഡഡ് ഓഫ് ഫ്രം ദ നെക്ക് ഇൻ ടീനിയാസോളിയം. അതും പറയണം, അല്ലെങ്കിൽ ടേപ്പ് വോം എന്നെടുത്ത് പറയണം. ദെൻ റാബ്ഡൈറ്റ്സ്. വാട്ട് ആർ റാബ്ഡൈറ്റ്സ്? റാബ്ഡൈറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് സീൻ ഇൻ ദ എപ്പിഡെർമിസ് ഓഫ് പ്ലാനേറിയൻസ്. So when they come in contact with water, they will swell and form a protective covering around the organism. It also helps in feeding അല്ലെങ്കിൽ ഫുഡ് ക്യാപ്ചർ. അതെല്ലാം അസംഷൻസ് ആണ്, അങ്ങനെ പ്രൂവ്ഡ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല. ബട്ട് യു ക്യാൻ റൈറ്റ് ദീസ് പോയിന്റ്സ്. ദെൻ പീഡോജെനസിസ്. നിങ്ങൾക്കറിയാം പീഡോജെനസിസ് എന്ന് പറയുന്നത് ലാർവൽ ഫോമിന് റിപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവാണ്. അതെല്ലാം ഞാൻ ഫാഷിയോളെ പഠിപ്പിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ബി പാർട്ട്. ബി പാർട്ടിൽ സ്കെച്ച് ആൻഡ് ലേബിൾ ദ സ്കോളക്സ് ഓഫ് പോർക്ക് ടേപ്പ് വോം ആൻഡ് ബീഫ് ടേപ്പ് വോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പോർക്ക് ടേപ്പ് വോം നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ട് വരയ്ക്കുമ്പോൾ സ്കോളക്സ് എന്ന് പറയുന്ന ആ ഹെഡ് പിൻ ഹെഡ് സൈസുള്ള ആ സ്കോളക്സ് ആണ് വരയ്ക്കേണ്ടത്. വരയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ട് ആ റേസ്ഡ് റോസ്റ്റല്ലത്തിൻ്റെ ചുറ്റിനും 2 rows ഓഫ് ഹുക്സ് ഉണ്ട് പോർക്ക് ടേപ്പ് വോമിൽ. ദെൻ യു ഹാവ് 4 സക്കേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 3 എണ്ണമേ ഒരു സൈഡിൽ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. 4th one is on the back side. അത് വരയ്ക്കുക, ക്ലിയർ ആയിട്ട് വരയ്ക്കുക. വേറാസ് ബീഫ് ടേപ്പ് വോം വരയ്ക്കുമ്പോൾ ബീഫ് ടേപ്പ് വോമിന് 4 സക്കേഴ്സ് നമുക്ക് കാണാം, ബിക്കോസ് അതിൻ്റെ സ്കോളക്സിൽ ഒരു റേസ്ഡ് റോസ്റ്റല്ലമോ ഹുക്സോ ഇല്ല. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് അതിൻ്റെ കൂടെ എഴുതുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ദെൻ കമൻറ്റ് ഓൺ ബ്ലഡ് ഫ്ലൂക്ക്. അപ്പോൾ ബ്ലഡ് ഫ്ലൂക്കിനെ കുറിച്ച് പറയുമ്പോൾ ഷിസ്റ്റോസോമയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുക. മെയില് ഫീമെയില് സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്. മെയിലിലാണ് ഗൈനക്കോഫോറിക് കനാൽ ഉള്ളത്, അതിനുള്ളിലാണ് ഫീമെയിലിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും ബോഡിയിലുള്ള ഫീച്ചേഴ്സൊക്കെ എടുത്തെഴുതുക ഡീറ്റെയിൽ ആയിട്ട്. ദെൻ പ്ലാറ്റി ഹെൽമൻ പാരസൈറ്റ് ഓഫ് ഡോഗ്. അപ്പോൾ അതിൻ്റെ പേര് എക്കൈനോകോക്കസ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എഴുതണം. സ്കോളക്സ് ഉണ്ട്, നെക്കുണ്ട്, സ്ട്രോബില എന്ന് പറയുന്നതിൽ 3 പ്രൊഗ്ലോട്ടിഡ്സേ ഉള്ളൂ. അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എഴുതുക. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പാത്തോജെനിസിറ്റി, അതെങ്ങനെയാണ് ഡിസീസ് കോസ് ചെയ്യുന്നത്, അപ്പം അതിന് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഏതാണ്, പ്രൈമറി ഹോസ്റ്റ് ഏതാണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. സിംറ്റംസ് എഴുതുക. നിങ്ങൾ നോക്കുക, പാർട്ട് ബി എന്ന് പറയുന്ന 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2-3 പോയിന്റ് എഴുതിയാൽ യു വിൽ നോട്ട് ഗെറ്റ് 5 മാർക്സ്. അത് കംപ്ലീറ്റ് ആയിരിക്കണം, ആൻസേഴ്സ് എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് അറിയാമോ നോക്ക്, പേപ്പർ വാല്യൂ എന്ന് ടീച്ചർക്ക് ഒരിക്കലും മനസ്സിലാവില്ലല്ലോ. സോ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മീസ്ലി പോർക്കിനെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ നിങ്ങൾക്കറിയായിരിക്കും ദാറ്റ് സിസ്റ്റിസർക്കസ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് ടീനിയാസോളിയം ആണ്. പക്ഷെ നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയില്ലെങ്കിൽ അത് വായിക്കുന്ന ടീച്ചർക്ക് ഒരിക്കലും മനസ്സിലാവാൻ പോകില്ല. സോ യുവർ ആൻസർ മസ്റ്റ് ബി കംപ്ലീറ്റ്. ദെൻ പാർട്ട് സി ക്വസ്റ്റ്യൻസ്. നമ്മൾ പാർട്ട് സിയിലേക്ക് പോകുമ്പോൾ
ലൈഫ് ഹിസ്റ്ററി ഓഫ് ഫാഷ്യോള ഹെപ്പാറ്റിക്ക ഐ ഹാവ് ടേക്കൺ ഇറ്റ് ഇൻ വെരി ഡീറ്റെയിൽലി ഇൻ യുവർ ക്ലാസ്. അപ്പോൾ നന്നായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. പിക്ചേഴ്സും ബുക്കിലുള്ളതാണ് മിറാസിഡത്തിൻ്റെ, സ്പോറോസിസ്റ്റിൻ്റെ, റെഡിയ സർക്കറിയ, മെറ്റാ സർക്കറിയ. വലിയ ഭംഗിയേക്കാൾ അതിൻ്റെ പാർട്സ് ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ എല്ലാത്തിൻ്റെയും ഫീച്ചേഴ്സ്. അപ്പോൾ പറയാം 5 ലാർവൽ സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോ ലാർവൽ സ്റ്റേജിൻ്റെ പേരും ഫീച്ചേഴ്സിനും കൂടെ ആയിട്ട് മാർക്സ് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും എങ്ങനെയാണെന്നുള്ള ഡിസ്ട്രിബ്യൂഷൻ തന്നാണ് ഞങ്ങൾ ടീച്ചേഴ്സിന് സ്കീം ഓഫ് വാല്യുവേഷൻ തരിക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഇന്ന പേരുകളും അതിൻ്റെ ഫീച്ചേഴ്സിനും ഇത്ര മാർക്കെന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയും വരയ്ക്കുന്നതിന് സ്പെഷ്യലായിട്ട് മാർക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ എസ് ആണെങ്കിൽ അത് നോക്കി അതനുസരിച്ച് അതിൻ്റെ ആൻസേഴ്സ് ചെയ്യാം. ദെൻ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. 8 സാലിയൻ ഫീച്ചേഴ്സ്. അപ്പോൾ ഫൈലം പ്ലാറ്റി ഹെൽമിന്തസിനെ കുറിച്ച് എഴുതുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട പോയിന്റ്, ഒരു കാരണവശാലും പോകാത്ത പോയിന്റ് എസീലോമേറ്റ് എന്നുള്ളതാണ്. ദെൻ ഒരു കാരണവശാലും വിടാത്ത മറ്റൊരു പോയിന്റ് എയ്നസ് ഇല്ലെന്നുള്ളതാണ്. ദെൻ യു കെൻ റൈറ്റ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, ബൈലാറ്ററൽ സിമെട്രി ആണ്, അതൊക്കെ എഴുതാം. പക്ഷേ ഈ പോയിന്റ്സ് ഒരു കാരണവശാലും വിട്ടുപോകരുത്. ദെൻ നെർവസ് സിസ്റ്റം ഡെവലപ്ഡ് ആണ്, പക്ഷേ വേറെ സർക്കുലേറ്ററി, റെസ്പിറേറ്ററി അതൊന്നും അവരുടെ അത്ര ഡെവലപ്ഡ് അല്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ദേ ആർ ഓൾ പാരസൈറ്റ്സ്. അപ്പോൾ ഫീച്ചേഴ്സ് ക്ലിയർ ആയിട്ട് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഹെർമാഫ്രോഡൈറ്റ്സ് ആണ് കൂടുതൽ മെമ്പേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒരു കാരണവശാലും ഒമിറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദെൻ യു ഹാവ് ടു ക്ലാസിഫൈ. അപ്പോൾ 3 ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ്സസിൻ്റെ എക്സാമ്പിൾസിനെ കുറിച്ച് കുറച്ച് എഴുതാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ടർബലറി ആണെങ്കിൽ പ്ലാനറിയെ കുറിച്ച് ഏറ്റവും ബേസിക് പോയിന്റ്സ്. ദെൻ സെക്കൻഡ് വൺ ട്രമറ്റോഡ ആണെങ്കിൽ ഫ്ലൂക്സ് വരുന്ന ഗ്രൂപ്പ്. ദെൻ ലാസ്റ്റ് വൺ സെസ്റ്റോഡ എന്ന് പറയുന്നത് ടേപ്പ് വോംസ് വരുന്ന ഗ്രൂപ്പ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ ഒരു റിവ്യൂ പറയാൻ കാര്യം, ഞാൻ ഇൻഡിവിജ്വലി ഓരോരുത്തരെ കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ഹാവ് റിസോർട്ടഡ് ദിസ് മെത്തേഡ്. Hope you have followed what I meant. Thank you.